ഇപ്പൊ ഞാൻ നടന്നു ചേർന്നത് എന്തൊരു ഫ്രെയിമിൽ എന്താണ് പറയാനുള്ളത്? ഈ തോൽവി കൊണ്ട് നമ്മൾ നിൽക്കൂ? നോ, നെവർ. ആർക്കാ ഹായ് കൊടുക്കണേ? യാശു ആണോ ഇതിലാരാ? ആദ്യമാണോ ഇതില്? അവനെ ഇവിടെ എന്താണെന്ന് അറിയില്ല, ചുമ്മാ ഹായ് തരുകയാണ്. ഇന്ന് ആക്ച്വലി ഒരു ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഞാൻ പോലും അറിയാതെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. സോ നേരത്തെ പോകണം. ഡെക്കറേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ താഴെ അവർ വെയിറ്റ് ചെയ്യാണ്. മീൻസ് ബലൂണൊക്കെ വീർപ്പിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ഷാളൊന്നും കുത്തിയിട്ടില്ല, ജസ്റ്റ് ഷാൾ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ പോട്ടെ. ഇതൊരു കണ്ടാൽ എന്താന്ന് തോന്നും. സ്കൂട്ടറാണ് ഇത്, പുതിയ ബോക്സ് ഒന്നും കിട്ടിയില്ല. അപ്പം പിന്നെ ഇങ്ങനെ പൊതിഞ്ഞു. ഓ ഷുട്ടു പാര, എന്ത് പറ്റി? വാട്ട് ഇസ് ദാറ്റ്? ആദുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ കൂട്ടത്തിൽ അഞ്ജുവിൻ്റെ മോനാണ് ആദു. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്നെ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ ലാസ്റ്റ് വല്ല വേസ്റ്റ് കമ്മിറ്റിയിലും കൂടെ ആയിരുന്നു. എനിക്ക് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പണിയെടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ നേരത്തെ പോകേണ്ട അവസ്ഥയാണ്. പ്രോഗ്രാം കമ്മിറ്റി ആയതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എന്നെ അതിലിട്ടു. ട്രാപ്ഡ്. ഇതാണ് അവസ്ഥ. അത് കയ്യൊക്കെ കെട്ടിട്ട് അതുകൊണ്ട് നോക്ക്. അത് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ് വേണോ? എന്ത് ഗിഫ്റ്റ് വേണ്ട? എന്ത് ഗിഫ്റ്റ് വേണ്ടത് അതുന്? കാറ് വേണോ? കാറ് അതെ, സത്യം. ഇത്രയും വലിയ കേക്ക് ഒറ്റ കൂതി തീർപ്പിക്കാൻ കാണിച്ച മനസ്സ്, അതിന് നമുക്കൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഇത് നോക്കിയേ, ഇതൊരു വലിയതല്ലേ? ഇത്രയും വലുത് എങ്ങനെയാണ് വീർപ്പിക്കാൻ കഴിയുക? വിഷ്ണുമാമന്റെ വക ആദുവിന്റെ ഗിഫ്റ്റ്. ഓണിയൻ മാർക്സ്. അസ്ന എസ്തറ്റിക് ആയി നിൽക്കുന്നുണ്ടോ അസ്ന? ഓ, ഇന്നത്തെ എന്റെ മകന്റെ 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എല്ലാവർക്കും സ്വാഗതം. നന്ദി. ലാസ്റ്റ് പറഞ്ഞുതരാം. എനിക്ക് ചിരി വരുന്നു. ഹലോ, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. നല്ല തിരക്കിലായിരുന്നു. ഇന്ന് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ഞാനൊക്കെ 12 മണിക്കാണ് എണീക്കുക. ഐ മീൻ ആകിന്നാണല്ലോ ഒന്ന് ഉറങ്ങാൻ പറ്റിയത്.
പക്ഷെ ഇന്ന് ഞാൻ ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നെ ഇവർ ഈ പ്രോഗ്രാം കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ടു. അത് എന്നോട് കാണിച്ച ക്രൂരത മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്, വെറും ക്രൂരത. ദിസ് ഈസ് ദ ബർത്ത്ഡേ ബോയ്. അതും എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ ഇന്ന്? ജംഷാൻ്റെ എന്ത് ഗിഫ്റ്റാ തരേണ്ടത്? ആദ്യം കാർ, ഏത് കളർ കാറ്? പോയി വെറും ഒരു കാറ് ഭ്രാന്തനാണ്. കാറ് ആരെന്ത് വെച്ചാലും ഗിഫ്റ്റ് കാർ. അവസാനം കോമഡിയില്ല. അപ്പം 5 പറയൂ ഇനി വല്ല ഷെൽഫും പണിയേണ്ടി വരും, ഈ കണ്ട ആൾക്കാർ മൊത്തം കാറ് മേടിച്ചിട്ട്. നമ്മളും കാറാണ് മേടിച്ചത്, സ്കൂട്ടർ മേടിച്ചു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ കുഞ്ഞു കാറും മേടിച്ചു. നേരത്തെ ചിരിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ കൂട്ടത്തിൽ ആർക്കും എനിക്ക് യൂട്യൂബുള്ളത് അറിയില്ല എന്ന്. പക്ഷേ ആക്സിഡൻ്റലി അസ്നെ കണ്ടു എൻ്റെ യൂട്യൂബ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്നൻ്റെ മോനാണ് ഇന്നു. അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു നിന്നെ യൂട്യൂബിൽ കണ്ടു എന്ന്. അത് കണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. വെറും 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ വീഡിയോ അവൻ്റെ ഫ്രണ്ട്സ് എങ്ങനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു പോലും ഇന്നുവിനോട്, നിന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടു, നിൻ്റെ കൂടെ കാണുന്ന ഒരു ആൻറ്റിൻ്റെ കൂടെയെന്ന്. അവന് അവരോട് അതിൻ്റെ പേരൊക്കെ ചോദിച്ചു. അങ്ങനെ അവൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് അസ്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ അസ്ന ഭയങ്കര എസ്തെറ്റിക് ആയിട്ടൊക്കെ നിൽക്കണം, ഭയങ്കര എസ്തെറ്റിക് ആൻഡ് സ്റ്റൈലായിട്ടൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ടെന്ന് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് നിൽക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നണം. അങ്ങനെ അപ്പം കൂട്ടത്തിൽ ഒരാൾ അറിഞ്ഞിരിക്കുന്നു എനിക്ക് യൂട്യൂബിലുള്ളത്. അവിടെയും പറഞ്ഞ ഒരു മനുഷ്യരോടും പറയരുത്, ചുമ്മാ ഒരു രസം. ഇവരൊക്കെ അറിഞ്ഞു വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഒരു രസമല്ലേ? കാരണം ഇവരൊക്കെ ഇപ്പോൾ എന്നോട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കണ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. അത് യൂട്യൂബിലുള്ളവർക്ക് അറിയില്ല. അങ്ങനെയൊക്കെ. ഹലോ ഗൈസ്, ഇത് പ്രോഗ്രാം കമ്മിറ്റിയാണ്. കൊള്ളാം. കുട്ടിയുടെ അച്ഛനാണത്. കുട്ടിയുടെ അമ്മായിയാണ് ഇത്. ഇത് കുഞ്ഞമ്മ എന്ന് ചുരിദാറൊക്കെ ഇട്ട് വന്നിങ്ങനെ കുറച്ച് ഇന്ന് ട്രഡീഷണൽ ആയിട്ടുണ്ട് കുഞ്ഞമ്മ. വല്യമ്മതല്ലേ? ഞാൻ വല്യമ്മ ഇല്ല. പ്രോഗ്രാം കമ്മിറ്റി എത്തി, ഇനി പവർ കമ്മിറ്റി വരുന്നുണ്ട്. അതാണ് പവർ കമ്മിറ്റി. ഞാൻ കാണിച്ചു തരാം. ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു. ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2. ഹലോ, ഞാൻ വരണ്ടി വന്നു. ഒരു ടീഷർട്ട് കയ്യിൽ വെച്ച പോലെ ഭയങ്കര മോശമായി പോയി. അഞ്ചു ഭയങ്കര സങ്കടത്തിലാണ്. അഞ്ചു പറയാ എല്ലാരും പേസ്റ്റൽ ഷെയ്ഡ് എടുത്തു, എന്നാലും കുഴപ്പമില്ല. ഇത് ഭയങ്കര അതിനെന്താ കാറെന്ന് എനിക്ക് ടീഷർട്ട് മാറ്റായിരുന്നില്ലേ? അഞ്ചു ഇവിടെ അതിനെ കണ്ടപ്പോഴേ പറയണ അഞ്ചു ഭയങ്കര സങ്കടമായി, ഭയങ്കര മോശമായി പോയി. അങ്ങനെയല്ല, അഞ്ചു പറഞ്ഞത് പേസ്റ്റിലിട്. ഇനി അതില് ഫാറൂഖ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാ. എന്നാലേ കാറിന് ആ ഗ്രീൻ ഇട്. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. കൊറേ പറഞ്ഞു ഇടാൻ പറ. ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ഇടാൻ പറഞ്ഞോ പറഞ്ഞു. ഓഫ് വൈറ്റ് പറ്റൂ. സ്കൈ ബ്ലൂ ഷർട്ട് കമോൺ. ഈ ആ കാറിലുള്ളത് മാറ്റി ടീഷർട്ട് ഇടാൻ ഇത്ര അതാണ് പ്രശ്നം. പേസ്റ്റിൽ കാണാൻ നല്ല പ്രശ്നം. ചെയ്യാൻ പറയട്ടെ, അഞ്ജുനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം ഇന്നിവിടെ ഈ കാണിച്ചത്. അടിപൊളിയായിട്ട് അതാ എന്ത് എടി ഓനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ ഫോണും കൊണ്ട് എടുക്കുവാന്. ഫോണും കൊണ്ട് പൊക്ക്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഫോട്ടോ എടുക്കും. ഇത് ക്യൂട്ടി പൈ.
യാശു ഷുട്ടു ഇട്ട് നോക്ക്. എവിടെയായിരുന്നു ഷുട്ടു? യു ബോത്ത് ആർ പ്ലേയിങ്. ഇപ്പൊ ഇവിടെ കാണാൻ പോണത് മെയിൻ ആയിട്ടുള്ള ഹസ്ന കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇവിടെ ഇത്രയും ജനങ്ങളുണ്ടെങ്കിൽ ആരും ഫാറൂഖ് വിളിച്ചില്ല. ഹസ്ന വാ കേക്ക് സെറ്റ് ചെയ്യും. അതെ അതെ, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മേക്കപ്പിന് കുറവുണ്ടോ? ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മേക്കപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആരെയും വിളിക്കുന്നില്ല. അതെ ഹസ്ന വാ കേക്ക് ഹസ്ന വെറും പൂക്കി. ഇന്ന് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇതാണ് ഹസ്ന പൂക്കി. എല്ലാവർക്കും ഹസ്ന മതി, ഞങ്ങളൊന്നും ആർക്കും വേണ്ട. പറയടി സെറ്റപ്പ് കണ്ടിട്ട് വേറെ റിവ്യൂ ചെയ്യാൻ പോയ പോലെ മോം ടു ബി ആണോ ബ്ലൂ കളർ. ഇപ്പൊ ഞാൻ നടന്നു ചേർന്നത് എന്തോ ഒരു ഫ്രെയിമിൽക്കാണ്. അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നത് അച്ഛനും അമ്മയും ബർത്ത്ഡേ കുട്ടീനെ മാറ്റിയിടുന്നതാണ്. കുട്ടീൻ്റെ കയ്യിലിരിപ്പ് കാരണം നേരത്തെ ഡ്രസ്സ് മാറ്റിയില്ല. അപ്പം അവിടുന്ന് മാറ്റിക്കാണ്. കൊള്ളാം. ഇടി നിഖില് ലഞ്ച് നമ്മുടെയൊക്കെ കുത്തിപ്പറിച്ചൽ കാരണം ചെരുപ്പ് മാറ്റി ഷൂ ഇട്ടു. ഒരു അവാർഡ് എടുത്താലോ? എടി എവിടെ എന്റെ ഹവായി ചെരുപ്പ്? ഇവിടെ ഊരല്ലേ ആടി വെള്ളിച്ചെരുപ്പ്. ക്യൂട്ട്നെസ് വാരി വിതറാതെ കാര്യം പറയടി. നോക്കട്ടെ, കാണുന്നില്ല ഇട്ട നിന്റെ ആയിരിക്കൂലേ? ആ പറച്ചില് കണ്ടപ്പോഴേ തോന്നി. ശരിയാവട്ടെ, ഇങ്ങോട്ട് വാ. ഉറങ്ങിയില്ല. ഞാൻ പഠിച്ചു എന്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് പോലും എനിക്ക് ഇത്ര ഒരു എനിക്കെന്തോ ഞാൻ 4 മണിക്ക് ഉറങ്ങിയത്, എനിക്ക് ഉറക്കേ വരുന്നില്ല. പിന്നെ നാളത്തേക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 11 മണിക്ക് അലാറം വെച്ചു. എന്നിട്ട് ഞാൻ 10 മണിക്ക് എണീറ്റ്. എന്താണ് ഇതിങ്ങനെ കെട്ടിച്ചയക്കണം മകളെ കെട്ടിച്ചയക്കുമ്പോ തലേന്നുണ്ടാവുമല്ലോ. അതിന്റെ ബർത്ത്ഡേ ആണ്, അതിന് നമ്മളിന്ന് കെട്ടിച്ചു വിടുന്നില്ല. എന്തോ ഞാനപ്പൊ വേദിന 5 ഇപ്പൊ കൂർക്ക വലിച്ചുറങ്ങി കിട്ടിയോ? ലിപ്സ്റ്റിക്കാ നല്ല സുഖമുണ്ട് അല്ലേ? നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ്. മലതാരിൽ മാറിക്കാ. ഇതാണ് ആ കഴിവേറി, കലാകേരി കഴിവേറി. ഹലോ ഹലോ ഹലോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞല്ലോ. ഫുഡ് കഴിച്ചിട്ട് പോവാം. സങ്കടം. ഞാൻ അടുത്ത ബർത്ത്ഡേ അല്ലേ? എല്ലാരും വരണം അടുത്ത മാസം.
ഹാപ്പി ബർത്ത്ഡേ ആണ് അടുത്ത മാസം അല്ലേ 6th month ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാവരും വരണം ദുഃഖാണോ ഒരു വണ്ടിന്ന് ഭയങ്കര ശരിയാണ്. ഇതാരെ നോക്ക് കണ്ടില്ലേ ബേബിയുടെ കൊറേ ഉണ്ടല്ലോ ഞങ്ങക്ക് തരുമോ ഗിഫ്റ്റ്? അഞ്ചു ആന്റി ഗിഫ്റ്റ് തരുമോ? വാ ബിരിയാണി ചെമ്പ് കൊണ്ടുപോകണു പണിയെടുക്കാൻ പറഞ്ഞ കഴിഞ്ഞ ആളുള്ളൂ. ഇപ്പൊ എത്ര മാസം? ഇപ്പൊ 6 ആവണു. ഞങ്ങൾ ആദ്യത്തെ കേക്ക് പശുനി മതി അത് മതി അത് മതി മതി തുള്ളി കേക്ക് തിന്നു എന്താ സംഭവം എന്തത് തിരക്കടില്ലല്ലോ 4 സൈഡിലും നല്ല ആൾക്കാരാ. ഫുട്ബോൾ ഇന്ന് ഇവർക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ട്. അപ്പോൾ ഷാടപ്പാടെ ഫുഡ് കഴിച്ച് പോവാൻ നിൽക്കണ ടീമാണിത്. ഫറൂഖൊന്നും ഇവിടുത്തെ മറ്റേ തീം പോലും പാലിച്ചിട്ടില്ല. പേസ്റ്റൽ കളറായിരുന്നു. ചങ്ങായി ഏതോ ജേഴ്സി ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഫറൂഖ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കണേ. ധൃതി പിടിച്ച് തിരക്കടില്ല. ഷെബൂർ ഫാൻസ് ഉണ്ടോ? നല്ല ഡ്രസ്സിന്റെ ഒരു പെർഫെക്ഷൻ. ഉള്ളിലത്തെ ബനിയനും കയ്യും പൊളിച്ചുണ്ട്. ഈ പറഞ്ഞിരുന്നത് ശരിയാ. എല്ലാം ഡീറ്റെയിലേക്ക് മുടിയാണ് ഇങ്ങനെ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. വല്ലാത്തൊരു കഴിവേറി ആയിപ്പോയി. അങ്ങനെ ഏതായാലും ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ പോവാണ്. മീൻസ് ചെക്കന്മാരൊക്കെ എല്ലാവരും വേറെ വഴി പോയി. കുറച്ച് പേരും ടൂർണമെൻറ്റിന് പോയി, ബാക്കിയുള്ളവർ വേറെ ഏതോ വഴി പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ലേഡീസ് വിചാരിച്ചു നേരെ റൂമിലേക്ക് പോകണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് എന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് ലാസ്റ്റ് ഡിസൈഡായത്. ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് പിരിയാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റുകളൊക്കെ ആയി വരുന്ന നിഖിൽ ആൻഡ് ഫാമിലി. എന്താ സാധനം? എയർപ്ലെയിൻ. വാവ്, സൂപ്പറാണ്, സൂപ്പർ. ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ല പാട്ടക്കടയ്ക്ക് പോയ പോലെ കച്ചറ. ഹലോ, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. നമ്മുടെ കൂടെ ഇന്നൊരാളുണ്ട്. കോളേജിലല്ലോ സ്കൂളിലെ ടൂർണമെന്റ് കളിച്ച് കോച്ചിങ്ങിൽ, അതെ, ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് അവിടുത്തെ ടൂർണമെന്റ് കഴിഞ്ഞ് ടാൻ അടിച്ചു വന്നിരിക്കുന്ന ഇന്നു. ഇപ്പൊ കളിച്ചിട്ടുണ്ടായതാണോ? ഞാൻ കുളിച്ചു വരുമ്പോ ഇതില്ലല്ലോ. ഓ, ഞാൻ വിചാരിച്ചു ഈ ടൂർണമെന്റിന് പോയപ്പോ കളിച്ചിപ്പോ വന്നാ. കാരണം ഇരുട്ടായിരുന്നല്ലോ നമ്മളെ റൂമില്. ഇപ്പൊ കളിച്ചു പോയതാ. അപ്പൊ എന്നാല് അതല്ല, പ്ലേ ഏരിയയിൽ പോയി കളിച്ചു. അതിനുശേഷം വന്ന ടാനല്ല, ചൂട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നു നമ്മളെ ഇന്നത്തെ ടൂർണമെന്റ്? എന്താണ് പറയാനുള്ളത്?
ഫസ്റ്റ് ഞങ്ങളുടെ ടീം ഞാനും 2 സീനിയേഴ്സും മാത്രമേ 7 എണ്ണത്തിന് നല്ലതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ക്വാർട്ടർ വരെ എത്തി. ഞങ്ങൾ 4 മാച്ച് കളിച്ച് ക്വാർട്ടർ എത്തി. ക്വാർട്ടറിന് തോറ്റു. എന്നിട്ട് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. എന്താണ് പറയാനുള്ളത്? ഈ തോൽവി കൊണ്ട് നമ്മൾ നിൽക്കൂ? നോ 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 നെവർ. 3 പ്രാവശ്യം തോറ്റു. ഇനിയും പോകും. തോൽവി അത് വരും. ബട്ട് സങ്കടമുണ്ടോ? അതോ ഇല്ലേ? അത് ഫാറൂഖ് എപ്പോഴും തോറ്റ് കണ്ട് ശീലമായിട്ട് അതൊന്നും വിഷയമല്ലേ? ഇന്ന് സെമിയിലെത്തി തോക്കണ പോലത്തെ അല്ലല്ലോ. ഇന്ന് പെട്ടെന്ന് തന്നെ തോറ്റില്ല. അതൊരു അത്ര സങ്കടമില്ല. അത്ര സങ്കടമല്ല. സങ്കടം ഉണ്ട്, ഇപ്പൊ തന്നെ അത്ര അല്ല. കഴിഞ്ഞ പ്രാവശ്യം കഷ്ടപ്പെട്ട് സെമി എത്തിയിട്ട് അത് ഞാൻ ഗോൾ അടിച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ഓടുന്ന സമയത്ത് എൻ്റെ ടീംമേറ്റ് പെനാൾട്ടി മിസ്സാക്കി. അന്ന് സാഡായിട്ട്. ഇന്ന് സാഡില്ല. ഇന്ന് വലിയ കോൺട്രവേഴ്സി. ബട്ട് ഒരിക്കൽ നമ്മൾ ഈ ടൂർണമെന്റിന്റെ കപ്പ് അടിച്ചിട്ടേ അടങ്ങും. അതത്രേ ഉള്ളൂ. അടുത്ത വർഷമായാലും അതെ, അതിന് അടുത്ത വർഷമായാലും അതിന്റെ അടുത്ത വർഷമായാലും അതൊന്നും എനിക്കൊരു മാറ്ററേ അല്ല. മാത്രമല്ല അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇന്നത്തെ ബർത്ത്ഡേ പ്രോഗ്രാം പോലും സ്കിപ്പ് ചെയ്തിട്ടാണ് ആ ടൂർണമെന്റിന് പോയത്. നോട്ട് ദ പോയിന്റ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് അത്. ഈ ബർത്ത്ഡേ പരിപാടിന്റെ ഒരു ബിരിയാണി ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഫുട്ബോൾ മോർ ഇമ്പോർട്ടൻറ്റ്. എത്ര മണിക്ക് എണീറ്റതാ? അതെ, ഇന്നലെ നമ്മളൊരു 2:30 നമ്മൾ വീട്ടിലെത്തിയപ്പോ. എപ്പോ ഉറങ്ങി? ഞാൻ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2:45 ഉറങ്ങിയിട്ട് 5:45. അതും ഫ്രൈഡേ ഡെഡിക്കേഷൻ തന്നെ. അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇനി ചായ കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകുന്നുണ്ടോ? ചിലപ്പോൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇതിലിടാം. ഹലോ, അപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും സെറ്റാണ്. റെഡി വെയിറ്റ് ചെയ്യാണ് നമ്മളുടെ ഡ്രൈവർ. അല്ല, ആ ഒരു സഞ്ചാരത്തിലെ ഡ്രൈവറിന്റെ പേരെന്താ? സ്പൾബർഗ്. അയ്യോ, സ്പൾബർഗ് ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഞങ്ങൾ ഡ്രൈവർ വന്നിട്ടില്ല പിക്ക് ചെയ്യാൻ. സോ ഇപ്പൊ ഡ്രൈവർ വിളിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഞങ്ങൾ പോവാണ്. ഡ്രൈവർ എത്തി. ലെറ്റ്സ് ഗോ. അപ്പൊ ശരി, കാണാം. അവന്റെ ഇവിടെ മുതുക് പക്ഷെ ഹെൽമെറ്റ് ബാഗിൽ വെച്ചിട്ട് അവൻ പോണ. എന്താ ഷുട്ടോ? പക്ഷെ ഇല്ലട്ടോ, നിഖിലില്ലാണ്ട് അഞ്ജുവിന്റെ കഥ കംപ്ലീറ്റ് അല്ല. സത്യമായിട്ട് അത്ര പോലെ. കാരണം നിഖിലിന്റെ വേർഷനും പിന്നെ ഇവള് മുക്കുന്ന കാര്യങ്ങൾ പറയാനും പിന്നെ മാത്രല്ല ഇടക്കിടക്ക് അഞ്ചു പറയും. ഇടക്കിടക്ക് ഒരു പെണ്ണാളെ വരുമ്പോ അവർക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു ഇടക്ക്. ഏട്ടൻ ഇടക്ക് മെസ്സേജ്, അപ്പൊ ഈ ഏട്ടൻ മെസ്സേജ് അയക്കാണ്ടായ റീസൺ ഏട്ടൻ വേണം പറയാം. അതെ അതില്ല. ഏട്ടൻ പിന്നെ മെസ്സേജ്, അതായത് ഇവർക്ക് കഥ കിട്ടി, ആ എക്സാക്ട് സാധനം അവർക്ക് കിട്ടിയില്ല. ഒരു പട ഐസ്ക്രീം എന്ത് എപ്പോഴാണ് അസുഖം വരുമല്ലോ. നവംബർ ഞാൻ പറയാം. ഇത് വെള്ളം കേട്ടോ, വേറെ നല്ല കേട്ടോ.
ഒരുമിച്ച് പാടുവോ? രാസാത്തി കായും എടിയേ രാസാത്തി എടിയേ രാസാത്തി എന്തിനും ഈ വഴി വന്നു നീ നെഞ്ചിലെ ചില്ലയിൽ നിന്നു നീ രാസാത്തി എന്നിൽ ഒരു നോക്കു കാണാതെ കാട്ടുചെമ്പക ചോട്ടിൽ നിന്ന് കാത്തിരിന്നു പോയി പൂങ്കാത്തിരിന്നു പോയി ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടുചെമ്പക ചോട്ടിൽ നിന്ന് കാത്തിരിന്നു പോയി പൂങ്കാത്തിരിന്നു പോയി. എന്താ വേണ്ടേ? ബബിൾ ഗൺ എത്ര വേണം? ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. കുട്ടിയുടെ പേര് ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോ is missing his parents. പാട്ടിന്റെ പകുതി പാടിയിട്ട് അത് അടുത്ത പാട്ട് എടുക്കും. ഇനിയിപ്പൊ ആ പാട്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ അത്ര രസം ഉണ്ടാവില്ലല്ലോ. എവിടെ എത്ര നടക്കണ്ടവർക്ക് അങ്ങനെ. അപ്പൊ നല്ലവർക്ക് അറിയാം എങ്ങനെ പാടണം. വർത്താനം പറയാൻ ഒന്നിനും ഗ്യാപ്പില്ല. പാടിക്കൊണ്ടേ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ആള് അങ്ങനെ മൊത്തം നല്ല ഇത്. പിന്നെ ഓന്റെ പാട്ട് എനിക്ക് പണ്ടത്തെ പാട്ട് നല്ല രസല്ലേ കേട്ടോണ്ടിരിക്കാൻ. അവന്റെ സൗണ്ടിനെ പറ്റി നാരായണ നമ്മള് മറ്റേ റീൽസിൽ മാത്രമേ കണ്ടുള്ളൂ. നേരിട്ട് നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. പിന്നെ നല്ല ഇഷ്ടപ്പെട്ടത് കരലെ. കരലിന്റെ ഭയങ്കര ട്രെൻഡിങ് ആയ പെട്ടെന്നൊരു ശരി മൊത്തത്തിൽ പരിപാടി നല്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച അത്രയും നമുക്ക് പാർക്കിൽ കിട്ടാതെ നമ്മൾ അവിടെ ഞാൻ ഈ ചുള്ളിലേക്ക് കയറ്റില്ല. അത്രയും ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞു പറയുമ്പോ
പിന്നെ കേറ്റാണെങ്കിൽ കേറാന്ന് നിന്നു. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് ടിക്കറ്റ് എടുക്കാതെ പോണത്. നമുക്ക് ടിക്കറ്റ് എങ്ങനെയൊക്കെ കിട്ടും, പൈസ കിട്ടുമായിരുന്നു. പിന്നെ ഇത് ടിക്കറ്റ് എടുക്കാതെ നമ്മള് കേറി, കാരണം കയ്യില് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ അറിയോ, നമ്മളെ ചുറ്റും ബാൻഡുള്ളവരുണ്ടായിരുന്നു. തിരക്കിലൊരൊറ്റ കേറല്. കേറി കഴിഞ്ഞിട്ട് 5 എന്റെ അനിയവിടെ, ഇന്ത്യയുടെ പൊളി. ഇങ്ങനെയും ജീവിക്കണം. അതെ, ടിക്കറ്റ് എടുക്കാതെയും കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. കൊള്ളാം, സാധനം കൊള്ളാം. എപ്പോഴും എല്ലാം ആ ഐഡിയ സ്റ്റാർസിനകത്ത് പെണ്ണല്ലത് ദുർഗ വിശ്വനാഥ് അല്ലേ? ഐഡിയ സ്റ്റാർ അല്ലേ? അവളാണെന്ന് എനിക്ക് തോന്നണേ, ദുർഗ വിശ്വനാഥ്. കാരണം ഈ കുറച്ച് വിശ്വനാഥ് പറഞ്ഞു, ദുർഗ എന്ന് പറഞ്ഞു, പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവൾ തന്നെയാണ്. അവളുടെ ആ ഒരു അറിയാൻ പാടില്ല, എനിക്ക് അവളുടെ ശരീരം ആ മുഖം കണ്ട് അവൾ തന്നെ തോന്നണേ. പിന്നെ ഇത് മറ്റു ചെക്കന്മാര് എനിക്കറിയാൻ പാടില്ല. വിഷ്ണു അറിയണില്ല, 2 പേര് പറഞ്ഞു. ഞാൻ എവിടെയും കണ്ടിട്ടില്ല അച്ഛങ്ങളെ. അറിയാം, ഇവന്റെ ടീമിൽ ഇങ്ങനെ കൊണ്ടെടുക്കണായിരിക്കും. കൊള്ളാട്ടോ അവന്റെ പരിപാടി. കൊള്ളാം, ഒരു മൊത്തത്തില് രസമുണ്ട്. എനിക്ക് തോന്നുന്നു റിമി ടോമിന്റെ ഒക്കെ പരിപാടി ഈ ഒരു ഇതുണ്ടാവും, ഈ ഒരു ലെവലില്. മറ്റേ പേരെന്താ? അയ്യോ, നമ്മുടെ ഇതു പ്രതാപിന്റെ പ്രോഗ്രാമും അടിപൊളിയാണ്. അറിയാൻ പാടില്ല, വെറുതെ ചിരിക്കരുത് കേട്ടോ. വയ്യോ, ലാഫി സ്വപ്നം കണ്ട് ചിരിക്കുകയാണോ ഉറക്കത്തില്? എനിക്കറിയില്ല, ഒരു മറ്റേ വൈനൊക്കെ കുടിച്ചൊരവസ്ഥ. ഇവിടെ പോയാലും നമുക്ക് ദാസായിട്ട് നാളെ രാവിലെ ഇന്നാക്ക് പരിപാടി. നാളെ ഇന്ന് ഉച്ച വരെ കിടന്നു. PF ഉണ്ട് നാളെ. ചുമ്മാ ടാറ്റൊക്കെ തരുന്നാക്കള്. ഈ കണ്ട ആൾക്കാർക്കൊന്നും അറിയില്ല എനിക്ക് യൂട്യൂബ് ചാനലുള്ളത്. ബട്ട് സ്റ്റിൽ അവര് ക്യാമറ കണ്ട ഹായ് തരും. അതാണ് എൻ്റെ ടീം. പപ്പന്റെ ഫോൺ വേണം, നമ്മുടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ് അല്ലേ? വി ആർ വെയിറ്റിംഗ് പപ്പ അല്ലേ? മമ്മ ഓർ പപ്പ യു ലൈക്ക് മോർ? കൊണ്ടുവന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ ഓർത്തു, അപ്പോൾ ഒരു ക്ലിപ്പ് എടുക്കുകയാണ്. ഒന്നുമില്ല, കഴിച്ചോ. ഓക്കെ, ബൈ. ഡാൻസില് സ്റ്റേക്കേഷൻ വാഷന്റെ യൂണിവേഴ്സിറ്റിയിലെ ഫ്രഷേഴ്സ് ഡേ പരിപാടി ഉണ്ട്. വാഷന്റെ യൂട്യൂബിലുണ്ട്. 1300 വ്യൂസ് ഉണ്ട്. അതിന്റെ പേരെന്താടാ? ആ യൂട്യൂബിലിട്ടിന്റെ വീഡിയോ ഡാൻസ് കൊടുക്കണ്ട. പാർക്ക് കളിക്കുന്ന ഡാൻസാണത്. അത്ര ഉള്ളു. നിഖിലിന്റെ ഇടയ്ക്ക് വിളിക്കാണ്ടി വന്നാട്ടോ. പിന്നെ നിഖിലുണ്ട്. പാർക്കിന്റെ ഡാൻസ് ആണത്. നല്ല ഡാൻസാണ്.
നോക്കെ എന്റെ ഭർത്താവ് ഡാൻസ് കളിക്കുന്ന വീഡിയോ. കാണോ? അതെ 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 അതന്നെ. ഡാൻസ് മാസ്റ്റർ ഞങ്ങളെ കൂടുതൽ എടി പാർക്കങ്ങൾ ഒരു കഴിവേറിയായിരുന്നു. എത്ര ഉള്ളിട്ട് അപ്പൊ ഞങ്ങളെ കണ്ടുകൊള്ളാൻ പറ്റും. ഭാഷ ഏതാണോ? ഭാഷ ബാക്കിൽ കണ്ടാണ് പോവാ. ഞങ്ങൾ പുറത്തേക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ആ കടന്റെ ഫ്രണ്ടിൽ നിന്ന് പോവില്ല. ഒരു ഒന്നൊന്നര 2 മണിക്കൂർ കടന്റെ ഫ്രണ്ടിലിരിക്കും. അവസാനം ഇവർ ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ടി വരും.